പാതിവില തട്ടിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അനന്തു കൃഷ്ണൻ നൽകുന്ന അക്കൗണ്ടിലേക്ക് ആളുകളെ കൊണ്ട് പണം നൽകിച്ചെന്ന് കരുനാഗപ്പള്ളിയിലെ ഏജന്റ് മുഹമ്മദ് നൌഫൽ. ആളുകളെ പദ്ധതിയിലേക്ക് ചേർക്കുന്നതിന് ഓണറേറിയം നൽകാം എന്ന് അനന്തു കൃഷ്ണൻ ഉറപ്പ് നൽകി എന്നാണ് വെളിപ്പെടുത്തൽ. കൊല്ലത്തുനിന്ന് അരുൺ രാജ് ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇദ്ദേഹം പറയുന്നത്? അരുൺ രാജ് വിവരങ്ങൾ നൽകും അല്പസമയത്തിനകം. ഇപ്പോൾ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു. കരുനാഗപ്പള്ളിയിലെ ഏജന്റാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ആളുകളെ പദ്ധതിയിൽ ചേർക്കുന്നതിന് ഓണറേറിയം നൽകാം എന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞു എന്നാണ് വെളിപ്പെടുത്തൽ. അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, എന്നാണ് ഈ ഏജന്റിന്റെ വെളിപ്പെടുത്തൽ? ഉന്മേഷ്, എനിക്കൊപ്പം ഉള്ളത് മുഹമ്മദ് നൌഫലാണ്. അതായത് കഴിഞ്ഞ മെയ് മുതൽ ഈ അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ഒരാൾ കൂടിയാണ്, അല്ലെങ്കിൽ ആ അനന്തു കൃഷ്ണൻ ആളുകളെ ഇരയാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ്. നൌഫൽ, താങ്കൾ കൂടി ഇരയാവുകയായിരുന്നു താങ്കൾ അറിയാതെ. എങ്ങനെയാണ് ഇതിന്റെ ഒരു? തീർച്ചയായിട്ടും. കാരണം ഈ CSR ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിക്കുമ്പോൾ അങ്ങനെ ഒരു ഫണ്ട് ഉണ്ട് എന്നുള്ളതല്ലാതെ ഇത് ആർക്കൊക്കെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളൊരു ധാരണയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു ബോധ്യപ്പെടുത്തലിന് വേണ്ടിയിട്ടായിരിക്കാം 2024 ജൂലൈ 26, 27 തീയതികളിൽ സോഷ്യൽ ഇന്നോവേഷൻ സമ്മിറ്റ് എന്ന പേരിൽ എറണാകുളം ലേമെറിഡിയൻ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 5000 രൂപയാണ്, അതെല്ലാവരും വഹിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിൽ പങ്കെടുപ്പിച്ചു. ഞാനും നമ്മുടെ സെക്രട്ടറിയും ട്രഷററും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അന്ന് എത്ര വാഹനങ്ങൾ, എത്ര സാധനങ്ങൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്? വിതരണം ചെയ്തിട്ടുള്ളത് 256 തയ്യൽ മെഷീനുകൾ, 42 മെഷീന്റെ മോട്ടോറുകൾ, 51 സ്കൂൾ കിറ്റുകൾ, 60 ലാപ്ടോപ്പുകൾ, 225 ഓണക്കിറ്റുകൾ, 6 ബയോബിന്ന്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത്? ഇത് തട്ടിപ്പാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത, അങ്ങനെ ആവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കണ്ടീഷനിലാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് പൈസ അടച്ച കുറച്ചധികം ആളുകൾ, ഈ വാർത്ത വരുന്നതിന് 2 ദിവസം മുമ്പേ 29-ാം തീയതി നമുക്ക് ഒരു മീറ്റിംഗ്, ഓൺലൈനിൽ മീറ്റിംഗ് വിളിക്കുകയും പിന്നെ ഇതുവരെ അതെ, അനന്ത് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ കുറച്ച് കൂടെ നിന്നവർ കുറച്ച് പേര് പാലം വലിച്ചത് കൊണ്ട് ഫണ്ടുകൾ കുറച്ച് വരാതെ വരികയും അനന്ത് അവസാനം നിങ്ങളോട് പറഞ്ഞത് കൂടെ നിന്നവർ പാലം വലിച്ചു എന്നാണ്? അതെ, പാലം വലിച്ചു. അതുകൊണ്ട് ഫണ്ടുകൾ കുറെ നമുക്ക് കിട്ടാതെ പോയി. നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകളും അത്തരത്തിൽ മറിഞ്ഞുപോയി. അതിന് കുറച്ച് ദിവസം കൊണ്ട് നോർത്ത് ഇന്ത്യയിലെ പല കമ്പനികളിലായി ആ ഫണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. ഏതെങ്കിലും വലിയ ആൾക്കാർ, രാഷ്ട്രീയക്കാരടക്കം നിങ്ങളുടെ മീറ്റിംഗിലടക്കം പങ്കെടുത്തിട്ടുണ്ടോ? രാഷ്ട്രീയക്കാർ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. അന്ന് എറണാകുളത്ത് നടന്ന പരിപാടിയിൽ ഞങ്ങൾ പോയപ്പോൾ പിന്നെ അത് ഉദ്ഘാടനം ചെയ്ത ഹൈബിയുടനാണ്. പിന്നെ അതുപോലെ AN രാധാകൃഷ്ണൻ, പിന്നെ ഈ CSRന്റെ വലിയ ഒരു കക്ഷിയായിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുത്ത നിഖിൽ പന്ത് എന്ന് പറയുന്ന വ്യക്തി, ഡോക്ടർ ശിവൻ അമ്പാടി, ഈ 2 പേരുകൾ എനിക്ക് കൃത്യമായി ഓർമ്മയുള്ളൂ. കുറച്ചധികം പേര് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പ്രസന്റേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് നമുക്ക് ഇതൊരു സത്യസന്ധമായ കാര്യമാണ് എന്ന് തോന്നിപ്പോയത്. മാത്രമല്ല, ഇത്തരത്തിൽ ആൾക്കാരെ അടക്കം ഈ വിശ്വസിപ്പിച്ചാണ്, ഇത്തരത്തിൽ വിശ്വാസം നേടിയെടുത്തുകൊണ്ടാണ് അനന്തു ഇത്ര വലിയ തട്ടിപ്പടക്കം നടത്തിയത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് വലിയ തോതിൽ ആൾക്കാർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അത് ജില്ലയിലെ ഓരോ പഞ്ചായത്തിനും ഓരോ കോർഡിനേറ്റർമാരെ അടക്കം നിയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് നൌഫൽ തന്നെ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.